നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കിയെന്നറിയോ? വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി അച്ചാർ എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാം. നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം. വെളുത്തുള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 1/2 കിലോയിലും കൂടുതലുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. അത് വെളുത്തുള്ളി തൊലി കളഞ്ഞ് തന്നു. അപ്പോൾ നമുക്കത് അച്ചാറുണ്ടാക്കുന്ന പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല വലിപ്പമുള്ള വെളുത്തുള്ളിയായിരുന്നു. അപ്പോൾ ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ വെളുത്തുള്ളി, നല്ല വലിപ്പം കണ്ട. അപ്പോൾ ഏറ്റവും വലുതായിട്ട് നമ്മൾ നടു കീറിയിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അത്രയും വലിപ്പത്തിൽ വേണ്ടല്ലോ. അപ്പോൾ വലുതൊക്കെ എടുത്തിട്ട് നടു കീറിയിടുക. ചെറുതാണെങ്കിൽ അങ്ങനെ തന്നെ മുഴുവനോടെ തന്നെ ഇടുക. പിന്നെ അതിലേക്കുള്ള പൊടികളാണ്: മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഉലുവയുടെ പൊടി, കായത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കറിവേപ്പില, പച്ചമുളകൊക്കെ ആവശ്യത്തിനുള്ളത് എരിവിന് അനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് കടുകൊന്ന് ചൂടാക്കിയിട്ട് പൊടിക്കണം. അപ്പോൾ പാൻ ചൂടാകുമ്പോൾ അതിൽ കടുകിട്ട് കൊടുത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അത് പൊടിച്ചെടുക്കുക. പിന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് പാൻ വെച്ചു. അതിലേക്ക് 1/2 കപ്പ് എണ്ണയാണ് ഒഴിച്ചത് കേട്ടോ. ഇത് കുറേ വെളുത്തുള്ളിയുള്ള കാരണമാണേ. അപ്പോൾ വെളുത്തുള്ളിയുടെ അളവനുസരിച്ചിട്ട് ഓയിലൊക്കെ എടുക്കാം. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, അതായത് വലുതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, നടു കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വാടണം അച്ചാർ. കാരണം ഈ വെളുത്തുള്ളി എത്ര ദിവസം ഇരുന്നാലും അലിഞ്ഞു പോവില്ല. ഒന്ന് വാട്ടിയാലാണ് അതൊന്നും അലിയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ പച്ചയ്ക്ക് പോലെ തന്നെ കിടക്കുള്ളൂ. അപ്പോൾ ഇതൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് വഴണ്ട് കിട്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. അപ്പോൾ പുളിയില്ലാത്തതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം, കൂടുതൽ ചേർക്കണ്ട. പിന്നെ നമുക്ക് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒന്ന് വേഗം വാടി കിട്ടുകയും ചെയ്യും. അത് കാരണമാണ് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. 10 മിനിറ്റ് ആയപ്പോഴേക്കും നമുക്കിത് വഴണ്ട് കിട്ടിയിട്ടാണ്. വെളുത്തുള്ളി ഇപ്പോൾ റെഡിയായി. അതിലത്തെ വെള്ളമൊക്കെ പോയി ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറിയ പോലെ തോന്നും നമുക്ക്. ആ സമയത്ത് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉലുവയുടെ പൊടി ഉള്ള കാരണം അത് ഇടണം കേട്ടോ, അല്ലെങ്കിൽ ആ കടുകിൻ്റെ കൂടെ ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി സിമ്മിലിടുക. സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കി വഴറ്റി കൊടുക്കുക. ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം. അങ്ങനെ തന്നെ ഇടാൻ പാടില്ല, അപ്പോൾ അടിയിൽ പിടിക്കും. അങ്ങനെ നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കണില്ല. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നു. പിന്നെ നമ്മൾ അതിലേക്ക് കടുക് പൊടിച്ചത് ചേർത്തു. കടുക് 2 ടീസ്പൂണാണ് കേട്ടോ ഇത്ര അളവിലേക്ക് ചേർത്തത്. അപ്പോൾ നമ്മുടെ അളവനുസരിച്ചിട്ട്, വെളുത്തുള്ളിയുടെ അളവനുസരിച്ചിട്ട് എല്ലാതും ചേർക്കുക, മുളകായാലും എന്തായാലും. പിന്നെ നമ്മളതിലേക്ക് 1/4 കപ്പ് വിനാഗിരി ചേർത്തു കേട്ടോ. ഇത് കോക്കനട്ട് വിനെഗറായിരുന്നു. അപ്പോൾ മറ്റേ സിന്തറ്റിക് വിനെഗർ ആണെങ്കിൽ കുറച്ചും കൂടെ കുറച്ച് ചേർത്താൽ മതി. ആ കപ്പിൻ്റെ ഒരു 1/4 ഭാഗം, 1/2 ഭാഗമായാലും ചേർത്താൽ മതി, അല്ലെങ്കിൽ ഭയങ്കര പുളിയായി പോവും. ഇതിപ്പോൾ വെളുത്തുള്ളിയിൽ പുളി ഇല്ലാത്തത് കൊണ്ടാണ് വിനാഗിരി ചേർക്കുന്നത്. അല്ലാതെ ഇവിടെ മറ്റേലൊന്നും വിനാഗിരി ചേർക്കാറില്ല, പുളിയുള്ള അച്ചാറിലൊന്നും. ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ചും കൂടെ പൊടിയുപ്പാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അല്ലെങ്കിൽ ഇനി ഉപ്പ് അലിയാനായിട്ട് ബുദ്ധിമുട്ടാവും കല്ലുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ. ഇതൊക്കെ സിമ്മിലാണ് വെച്ചത് കേട്ടോ. കണ്ടില്ലേ, ഇത്രയ്ക്കുള്ളൂ നമ്മുടെ അച്ചാർ ഉണ്ടാക്കാനുള്ള പണി. വേഗം കഴിഞ്ഞില്ലേ? നല്ല സൂപ്പർ അച്ചാറായിരുന്നു കേട്ടോ. എരിവൊക്കെ പാകത്തിന് എടുക്കാം കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവൊക്കെ ചേർത്താൽ മതി. അപ്പോൾ അച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.